റിക്കറന്റ് അബോർഷൻ എന്ന് പറയുന്നത് 2 or 3 അബോർഷൻസ് തുടർച്ചയായിട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് 20 ആഴ്ചക്ക് അകമുണ്ടാകുന്നതിനാണ് റിക്കറന്റ് അബോർഷൻ എന്ന് പറയുന്നത്. പണ്ടത് 3 കോൺസിക്യൂട്ടീവ് അബോർഷൻസ് ആയിരുന്നു. ഇപ്പൊ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 റിക്കറന്റ് അബോർഷൻസ് കോൺസിക്യൂട്ടീവ് ആയിട്ട് തുടർച്ചയായിട്ട് 20 ആഴ്ചക്കകം ഉണ്ടാകുന്നതിനാണ് റിക്കറന്റ് അബോർഷൻസ് എന്ന് പറയുന്നത്. എന്താണ് ഈ റിക്കറന്റ് അബോർഷൻസിന്റെ കാരണം? ഞാൻ പറഞ്ഞു, അടുപ്പിച്ചായിരിക്കണം, 20 ആഴ്ചക്ക് അകമായിരിക്കണം, 2 എണ്ണം അടുപ്പിച്ചടുപ്പിച്ച് വരണം. ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്ന ആദ്യമേ തന്നെ അണ്ടവും ബീജവും ചെയ്യുന്നത് ഹെൽത്തി അല്ലെങ്കിൽ, നല്ല വിത്ത് ഇട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ജനറ്റിക് കോസ് എന്ന് പറയും. ജനറ്റിക് കോസ് എന്ന് പറയുമ്പോൾ ആ അണ്ടവും ബീജത്തിന്റെ ജനറ്റിക് ആയിട്ടുള്ള ആ പ്രോസസ്സിന്റെ കറക്റ്റ് അല്ലെങ്കിൽ ആദ്യമേ തന്നെ അത് ബ്ലൈറ്റഡ് ഓവുമായിട്ട് അബോർഷനായിട്ട് പോകാം. ജനറ്റിക് എന്ന് പറയുമ്പോൾ അണ്ടം ബീജം എന്ന് പറയുമ്പോൾ സെമൻ അനാലിസിസ് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. സെമൻ അനാലിസിസിൽ ഇപ്പോൾ സെമന് കൗണ്ട് കുറവാണെങ്കിലും എഗ്ഗും സ്പേമും ചേരുന്ന കറക്റ്റ് അല്ലെങ്കിൽ അതും അബോർഷനാണ്. അത് ഇൻവെസ്റ്റിഗേഷനായിട്ട് വരുന്നതാണ്. പിന്നെ ഒന്നുള്ളത് യൂട്രസിന്റെ ഈ ഗർഭപാത്രത്തിന്റെ ഇതിന്റെ അകത്ത് എന്തെങ്കിലും മുഴയുണ്ടെങ്കിൽ, അല്ലെ ഫിത്തിയുണ്ട്, സെപ്റ്റം ഉണ്ടെങ്കിൽ, ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ, പോളിപ്പ് ഉണ്ടെങ്കിൽ അത് ഇംപ്ലാന്റ്, സാധാരണ ഇവിടുന്ന് വരുന്ന സ്പേമും ഇവിടുന്ന് വരുന്ന ഈ എഗ്ഗും കൂടി ഇവിടെ വെച്ചാണ് പ്രഗ്നന്റ് ആകുന്നത്. എന്നിട്ട് 5ാം ദിവസമാണ് യൂട്രസിന്റെ അകത്ത് വരുന്നത്. അപ്പൊ അതിനെ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ, ഹിൻഡ്രൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. വേറൊന്നുള്ളത് ആന്റിഫോസ്ഫോലൈപ്പിഡ് ആന്റിബോഡി സിൻഡ്രോം എന്ന് പറയും. അത് ബ്ലഡിന്റെ കൊയാഗുലേഷനെ അഫക്ട് ചെയ്യുന്നതാണ്. കുഞ്ഞിലേക്കുള്ള ആ എഗ്ഗ് സ്പേമും കൂടെ ചേർന്ന എംബ്രിയോയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കട്ട് ചെയ്യുന്നതിനാണ് ആന്റിഫോസ്ഫോലൈപ്പിഡ് ആന്റിബോഡി സിൻഡ്രോം എന്ന് പറയുന്നത്. അത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റിസിസ് അത് ഞങ്ങൾ കണ്ടുപിടിക്കും അതിന്റെ കാരണം എന്താണെന്ന്. പിന്നെ ഒന്നുണ്ട് ഇമ്മ്യൂണോളജിക്കലായിട്ട് പ്രത്യേകിച്ച് ഒരു കോസ് ഒന്നുമില്ല, ഇമ്മ്യൂണിറ്റിയുടെ കുറവ് കൊണ്ട് തന്നെ ഇങ്ങനെ അബോർഷൻ. പിന്നെ ആർച്ച് ഇൻകോമ്പറ്റിബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. ഇങ്ങനെ ഇതിനൊരു 5-10 കോസാണ്. മെയിൻ ആയിട്ടുള്ള കോസ് ഇതാണ് റിക്കറന്റ് ആയിട്ട് മിസ്കാരേജ് വരുന്നത്. പിന്നെ ഉള്ളത് റിക്കറന്റ് മിസ്കാരേജ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ അവരൊരു ഹിസ്റ്ററി പറയും. മാഡം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ബ്ലൈറ്റഡ് ഓവായി, അല്ലെങ്കിൽ അതിന് 8 ആഴ്ചക്ക് മുമ്പ് അത് അബോർഷനായി, അല്ലെങ്കിൽ 10 ആഴ്ച കഴിഞ്ഞ് അബോർഷനായി, 12 ആഴ്ച, 20 ആഴ്ച ഇങ്ങനെ 3 അബോർഷൻ കഴിഞ്ഞു. ഇതിന്റെ കാരണങ്ങൾ എന്താണ്? അപ്പൊ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്താണ് കാരണം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുക്കും. ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, തൈറോയിഡ് ഡിസീസ് ഉണ്ടെങ്കിൽ, ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെയെല്ലാം ഇത് വരുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു ഹിസ്റ്ററി എടുക്കും. ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് എക്സാം ചെയ്യും. എക്സാം ചെയ്ത് കഴിഞ്ഞിട്ട് അൾട്രാസൗണ്ട് ചെയ്യും. ട്രാൻസ്വാജൈനൽ ആൻഡ് അബ്ഡോമിനൽ സ്കാൻ ചെയ്യുമ്പോൾ യൂട്രസിനകത്ത് എന്തെങ്കിലും പത്തോളജി ഉണ്ടോ എന്ന് പറയും. ഇപ്പം ബ്ലഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആന്റിഫോസ്ഫോൽ APLS സിൻഡ്രോം എന്ന് പറയുന്നത്. ആ APLS സിൻഡ്രോം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് അതുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഹസ്ബൻഡിന്റെ ബീജവും കൂടെ 3 അബോർഷൻ കഴിഞ്ഞാലേ നമുക്ക് ബീജം ഒന്ന് ചെക്ക് ചെയ്യാം. എന്റെ സെമന്റെ നമ്പർ ഉണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാന്ന് പറയും. അപ്പൊ സെമൻ അനാലിസിസ് ചെയ്യും. ഇപ്പം ബ്ലഡ്, യൂറിന്, ഹോർമോൺ, തൈറോയിഡ്, ബാക്കി പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, ഹോർമോണിന്റെ എല്ലാ ടെസ്റ്റോസ്റ്ററോൺ, ഇങ്ങനെ ഹോർമോൺ മുഴുവൻ നോക്കും. BOH തന്നെ ബാഡ് ഒബ്സ്റ്ററ്റിക് ഹിസ്റ്ററി, അതിനൊരു പാനൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഡയബറ്റീസ്, ഹീമോഗ്ലോബിൻ A1C ഇതെല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് അൾട്രാസൗണ്ട് ചെയ്ത് അതിന്റെ കോസ് കണ്ടുപിടിക്കും. അപ്പൊ അതിന്റെ കോസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതിന്റെ ബീജത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു ബീജം 72 days ആണ് ഒരു ബീജം വലുതാകാനായിട്ട്. 3 months ട്രീറ്റ്മെന്റ് അവർക്കുള്ളത്. ഒരു എഗ് എന്ന് പറയുന്നത് എല്ലാ മാസം റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു മാസത്തിൽ ഒരു എഗ്ഗാണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ കോസ് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ആന്റിഫോസ്ഫോലൈപ്പിഡ് ആന്റിബോഡി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ 3 മാസം ഇന്റർവെല്ലിൽ 2 പ്രാവശ്യം ചെക്ക് ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇക്കോസ്പിരിനും ഇനോക്സപാർ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ആണ്. എന്നാൽ ആ എംബ്രിയോയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനുള്ള അത് ആ കൺസൾട്ടന്റ് ഡോക്ടർ പറയുന്ന അനുസരിച്ച് അത് ട്രീറ്റ്മെന്റ് കൊടുക്കും. പിന്നെ യൂട്രസിന്റെ അകത്ത് ഫൈബ്രോയിഡോ അല്ലെങ്കിൽ പോളിപ്പോ സെപ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടീഷൻ അനുസരിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്യും. ഇങ്ങനെ ഈ കോസ് കണ്ടുപിടിച്ച് ഇങ്ങനെയുള്ള പ്രഗ്നൻസി 20 weeks കഴിഞ്ഞാലും നമ്മൾ ഈ ബ്ലഡ് ഫ്ലോ ഒക്കെ അഫക്ട് ചെയ്യാവുന്നതുകൊണ്ട് നമ്മൾ ഇക്കോസ്പിരിനും ഇനോക്സപാറിനും അതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 34 weeks വരെ ഡോക്ടറിന്റെ നിരീക്ഷണത്തിൽ, അതുപോലെ പ്ലേറ്റ്ലെറ്റ് ഇതെല്ലാം നോക്കിക്കൊണ്ട് ഡോക്ടർ പറയുന്ന പോലെ തന്നെ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്താൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു അമ്മയും കിട്ടും. ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ചിലപ്പം പ്രോബ്ലംസ് വരാം. അവരെ നമ്മളൊന്ന് സ്ക്രീൻ ചെയ്ത് നോക്കേണ്ടി വരും. താലസീമിയ, സിക്കിൾ സെൽ അനീമിയ. ഈ കേരളത്തിൽ അത് കുറവാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനത്തെ ബ്ലഡ് ഡിസോർഡറൊക്കെ വളരെ കൂടുതലാണ്. കൊളാജൻ ഡിസീസ്. അപ്പൊ അങ്ങനെയുള്ള ഇമ്മ്യൂണോളജിക്കലാണെങ്കിൽ ഇമ്മ്യൂണോളജിയുടെ അത് ഇഞ്ചക്ഷൻ ഉണ്ട് അതിന് കൊടുക്കേണ്ടത്. അത് കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ. നിങ്ങളൊരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കണ്ടുപിടിച്ച് അതിന്റെ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത്, ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് 3 അബോർഷനൊക്കെ കഴിഞ്ഞാൽ കാരിയോടൈപ്പിംഗ് ചെയ്യേണ്ടി വരും. കാരിയോടൈപ്പിംഗ് എന്ന് പറയുന്നത് അവരുടെ ജനറ്റിക് സ്റ്റഡിയാണ്. അപ്പോൾ കാരിയോടൈപ്പിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ കാരിയോടൈപ്പിന്റെ റിസൾട്ട് അനുസരിച്ച് റിക്കറന്റ് ആയിട്ട് വീണ്ടും ജനറ്റിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്ക് നമ്മൾ റെഫർ ചെയ്യും. എന്നിട്ട് അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനി പറ്റത്തില്ല, അല്ല നിങ്ങൾ ഡോണറിനെ എടുക്കണം, അല്ല ഇതിങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കി തരുമ്പോൾ അത് എക്സ്പേർട്ട് ആയിട്ട് അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി അവർക്കൊരു കൺസൾട്ടേഷൻ കൂടി ഞങ്ങൾ റെഫർ ചെയ്യാറുണ്ട്. പിന്നെ കോസ് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യുക. ഹെൽത്തി ബേബി ആൻഡ് ഹെൽത്തി മദർ. താങ്ക് യു.